ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് അയണകൻസ്. ഗ്രൂപ്പിലെ അംഗങ്ങൾ ഞാൻ സൗഭാഗ്യ AS, ഞാൻ ഹരിത AS, ഞാൻ അപർണ. നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഐഡിയയുടെ പേരാണ് ദ സെൻസറിംഗ് പോസ്റ്റ്. ഈ ഒരു സെൻസർ പോസ്റ്റിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ, ഈ സാധാരണയായി ഈ ഒരു സെൻസർ പോസ്റ്റ് കടൽത്തീരമുള്ള പ്രദേശങ്ങളാണ് ഉപയോഗിക്കുന്നത്. കടൽത്തീരമുള്ള പ്രദേശങ്ങളിൽ എന്തെങ്കിലും ദുരന്തം വന്നാൽ ഈ ഒരു സെൻസർ പോസ്റ്റ് 2 മണിക്കൂറിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും സിഗ്നൽ തരികയും മാത്രമല്ല ഏതാണ് സേഫ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞ് നമുക്ക് സിഗ്നൽ തരികയും ചെയ്യും. ഇതുവഴി ആൾക്കാരെല്ലാം സേഫ് ആയിട്ടുള്ള പ്ലേസിൽ പോകുകയും രക്ഷപ്പെടാനും ചെയ്യാൻ കഴിയും. ഈ ഒരു സെൻസർ പോസ്റ്റിന് 3 പ്രധാന ഘടകങ്ങളാണുള്ളത്. ഒന്ന് മറ്റൊന്നത് സെൻസർ, അടുത്തത് വെതർ കണ്ടീഷൻ ഡിവൈസ് ആണ്. ഇൻഫർമേഷൻ ഗ്രാസ്പിംഗ് ഡിവൈസ് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു കടൽ തീരമുള്ള പ്രദേശങ്ങളിൽ എന്തെങ്കിലും ദുരന്തം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻ ഗ്രാസ്പിംഗ് ഡിവൈസ് 2 മണിക്കൂറിന് മുമ്പ് തന്നെ ഇൻഫർമേഷൻ ഗ്രാസ്പ് ചെയ്ത് ഈ ഒരു സെൻസറിലേക്ക് അയക്കുകയും ഈ ഒരു സെൻസർ നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിലേക്ക് അയക്കുകയും ചെയ്യും. അടുത്തത് നമ്മുടെ വെതർ കണ്ടീഷൻ ഡിവൈസ് ആണ്. വെതർ കണ്ടീഷൻ ഡിവൈസ് എന്ന് വെച്ചാൽ അന്തരീക്ഷമുള്ളത് പ്ലസന്റ് ആണ് നമുക്ക് മൊബൈൽ ഫോണിൽ അയക്കാൻ പറ്റുന്ന മറ്റൊരു ഡിവൈസ് ആണ് വെതർ കണ്ടീഷൻ ഡിവൈസ്. ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു സെൻസർ പോസ്റ്റിന് ഇൻഫർമേഷൻ ഗ്രാസ്പിംഗ് പറ്റുന്ന ഒരു വലിയ ഇൻഫർമേഷൻ ഗ്രാസ്പിംഗ് ഡിവൈസ് ഉള്ളതിനാൽ ഒരു ഏരിയയ്ക്ക് ഒരു ഇൻഫർമേഷൻ ഗ്രാസ്പിംഗ് ഡിവൈസ് മതി, അതായത് ഒരു സെൻസർ പോസ്റ്റ് മതി. അടുത്തത് ഈ ഒരു സെൻസർ പോസ്റ്റ്